ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസമായി നമ്മൾ ഒന്ന് സംസാരിച്ചിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് അക്രിലിക് പെയിൻറ്റ് അടിച്ച് തോൽവി സമ്മതിച്ച് മൊത്തത്തിൽ വൃത്തികേട് റൂമും വൃത്തികേടാക്കിയപ്പോൾ പോരാളി എടുത്ത് അക്രിലിക് പെയിൻറ്റ് ദൂരോട്ട് എറിഞ്ഞ് കളഞ്ഞു. അപ്പം അങ്ങനെ വിടാൻ പറ്റിയില്ലല്ലോ. എന്നാൽ നമുക്ക് ഡ്രോയിങ് ഇങ്ങ് പഠിക്കാമെന്നോർത്ത് 3D ഡ്രോയിങ്ങിലോട്ട് തിരിഞ്ഞു. അങ്ങനെ കുറച്ച് അലുകുലുത്ത് പരിപാടികളുമായിട്ട് അങ്ങ് നടന്നു. പിന്നെ സ്കൂൾ തിരക്കുമല്ലേ, കുട്ടികളുമായിട്ടുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഒരാൾക്ക് ടൂർ പോകണമെന്നുള്ള ഭയങ്കര ബഹളം. അവസാനം തൊട്ടടുത്തുള്ള പാർക്കിൽ കൊണ്ടുപോയി നമ്മൾ ടൂർ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനമേ ആയുള്ളൂ, സംഗതി നടപ്പാക്കിയില്ല. അടുത്ത ദിവസത്തേന് നമ്മളത് മാറ്റി വെച്ചേക്കുവാണ്. നടന്നാൽ ഒരു ടൂറ്, അവളെ സംബന്ധിച്ച് ടൂറ്, നമ്മളെ സംബന്ധിച്ച് കുറച്ച് പൈസ പിടിക്കൽ. ദൂരെയൊന്നും അല്ല കേട്ടോ, തൊട്ടടുത്തൊരു 18 രൂപ പോയിൻറ്റ്. വൈക്കം എന്ന് കേട്ടിട്ടുണ്ടോ? വൈക്കത്ത് കായലിൻ്റെ തീരത്ത് ഒരു പാർക്കും ചെറിയൊരു ബീച്ച് പോലെയൊക്കെ സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോകണം. പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിലോ അവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി നമ്മുടെ കുഞ്ഞിന് പിന്നെ ഐസ്ക്രീമോ ഷെയ്ക്കോ അങ്ങനെയുള്ള സാധനങ്ങളോടും തണുപ്പുള്ള സാധനങ്ങളോടൊന്നും വേണ്ട. പുള്ളിക്കൊരു ചായയും ഒരു പഴംപൊരിയും. എനിക്ക് ലാഭം. അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തു. കുറച്ച് സാധനങ്ങൾ, സ്കൂൾ സ്റ്റേഷനറീസ് വാങ്ങണം. അങ്ങനെ പ്ലാനിങ്ങൊക്കെ ആയിട്ട് അങ്ങ് നടക്കുന്നു, ജീവിതം നടക്കുന്നു. പിന്നെ എന്തുണ്ട് വിശേഷം? നമ്മൾ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഹെലികോപ്റ്ററാണ്. പേപ്പർ കൊണ്ടാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒറ്റ A4 ഷീറ്റ് പേപ്പർ മതി. അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ വീഡിയോ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. നല്ല രസമല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ. പിന്നെ ഈ കറുത്ത കളറിലുള്ള പേപ്പർ ആയത് കാരണമെന്ന് തോന്നുന്നു എനിക്ക് ഒരു രസകരമായൊരു മരണവീട് കഥയാണ് നിങ്ങളോട് പറയാനായിട്ട് ഓർമ്മ വന്നത്. എന്തെങ്കിലും കഥ പറയാതെ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകാൻ പറ്റിയാലല്ലോ. അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒന്നും മിണ്ടാതെ മൗനമായിരുന്ന് കാണേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പാട്ട് ഇടേണ്ടി വരും. കുറച്ച് വീഡിയോസിലൊക്കെ പാട്ടിട്ടു. പിന്നെ എനിക്ക് ചിലയ്ക്കാനൊരാഗ്രഹം. കാരണം ഞാനധികം വർത്തമാനം പറയില്ലാത്ത ആളാണ് എന്നാണ് എല്ലാവരുടെയും പൊതുവായ അഭിപ്രായം. ആ അഭിപ്രായം നിങ്ങളോട് ചർച്ച ചെയ്തങ്ങ് മാറ്റട്ടെ. ഇച്ചിരി പേടിയോ എല്ലാവരുടെയും ഫ്രണ്ടിൽ സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ നമ്മൾ പുറകോട്ടിങ്ങനെ വലിഞ്ഞു നിൽക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നമ്മുടേത്. ഓടി നടന്ന് വർത്തമാനം പറയണ സ്വഭാവമല്ല. അത് കാരണം നമ്മൾ പറയണം, എന്നോട് ഒരു വ്യക്തി പറഞ്ഞാൽ നിൻ്റെ ജാതകത്തിൽ നീ ആരോടും കൂട്ടുകൂടിയാൽ എന്നൊക്കെയാണ് പറയണത്. എന്തായാലും നമ്മൾ എന്ത് നെഗറ്റീവും പോസിറ്റീവായിട്ട് അങ്ങ് എടുക്കും. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ചർച്ച ചെയ്യാനങ്ങ് വന്നേക്കുവാണ് നിങ്ങളുമായിട്ട്. നിങ്ങളും ഏതായാലും എന്നെ തിരിച്ച് കമൻറ്റിലൂടെ തെറി വിളിച്ചാലും സാരമില്ല, പോട്ടെ. ഞാൻ ആ കമൻറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് തരും. മിക്കവാറും നിങ്ങളധികം വീഡിയോ എന്നെ കാണാറില്ല. ഫുൾ ലോങ് വീഡിയോ അധികം ആൾക്കാർ കാണാറില്ലാത്ത കാരണം ധൈര്യമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പറഞ്ഞ് നമ്മുടെ കാര്യത്തിൽ നിന്ന് അങ്ങ് കൈവിട്ടു പോയി. എന്താ നമ്മൾ പറഞ്ഞു വന്നത്? മരണവീട് കഥ എന്ന് പറയുന്നത് വളരെ മരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സങ്കടകരമായ കഥയാണ്. കാര്യമാണ്. എൻ്റെ വീഡിയോക്കകത്ത് ഒത്തിരി സോറി വരുന്നുണ്ട്. ആരെങ്കിലും കേൾക്കുവാണെങ്കിൽ അതും എന്നോട് ക്ഷമിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു ലോക്കൽ നേതാവ്, പുള്ളി എവിടെ മരിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആൾ ഒരു റീത്തുമായിട്ട് പുറപ്പെടും. കൂടെ കുറച്ച് വാലുകളും ഉണ്ടാകും. ഒരു ദിവസം രാവിലെ പുള്ളിക്ക് കോൾ വന്നു, ഇന്നാൾ മരിച്ചു എന്ന്. പേര് പറഞ്ഞ് ഏകദേശം സത്യം പറഞ്ഞാൽ ഒരു പ്രകാശൻ, അങ്ങനെയായിരുന്നു പേര്. നമ്മുടെ പ്രകാശൻ മരിച്ചുപോയി ചേട്ടാ എന്ന് ഫോൺ വന്നു. പുള്ളിയോടനെ എന്നെ വിളിച്ചു, റീത്തൊക്കെ ബുക്ക് ചെയ്തു, പേരൊക്കെ എഴുതി രാവിലെ വാലുകളുമായിട്ട് അങ്ങ് പോവാണ്. പോയി പ്രകാശൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ വീട് ഒരു കുന്നല്ല, റബ്ബർ തോട്ടത്തിൽ ഒറ്റപ്പെട്ട് മുകളിലാണ് നിൽക്കുന്നത്. അപ്പം പുള്ളി നേതാവായത് കാരണം ഫ്രണ്ടിലാണ് നടക്കുവാണ്. മുകളിലോട്ട് കയറിയപ്പോൾ തന്നെ ഒറ്റപ്പെട്ട വീടായത് കാരണം പരിസരത്ത് ആരും ഇല്ലാത്ത കാരണം ആരും കണ്ടുമില്ല. വീട്ടിൽ നിന്ന് ഒരു അനക്കമൊന്നും കേൾക്കുന്നുമില്ല. അപ്പം ഇവർ കയറിപ്പോയപ്പോൾ പറഞ്ഞു, ഇപ്പം മരിച്ചിട്ട് അധികം സമയം ആയിക്കാണിയല്ല, അത് അനക്കമൊന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഇവർ കയറുവാണ്. അപ്പം നേതാവ് ഫ്രണ്ടേ പോയി. റീത്ത് പിടിച്ച അനുയായിക്ക് ഒരു ഫോൺ കോൾ വന്നാലും പുള്ളി ഇച്ചിരി പുറയിലായിപ്പോയി. ഇയാൾ വീട്ടിൽ ചെന്ന് നോക്കിയപ്പം നമ്മൾ മരിച്ചു എന്ന് പറയുന്ന പ്രകാശൻ പത്രവും വായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പ്രകാശനുമായി കുറച്ച് കുശലമൊക്കെ പറഞ്ഞിട്ട് പുള്ളി നേരെ
ഇറങ്ങി. ഏതായാലും ഭാഗ്യത്തിന് അനുയായിക്ക് കോൾ വന്നത് ഏതായാലും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ നേതാവ് അടിയും കൊണ്ട് പോരേണ്ടി വന്നേനേം. വേറെ ഏതോ പ്രകാശനാണ് മരിച്ചു പോയത്. പുള്ളി മനസ്സിൽ വിചാരിച്ചു ഈ പ്രകാശനാണ്. നമ്മളൊരു സിനിമ ഡയലോഗില്ലേ, കാള പെറ്റു എന്നറിയുന്നതിന് മുമ്പ് തന്നെ കയറെടുക്കുക എന്നല്ല, അതിനകത്ത് ബേബി സോപ്പും കുഞ്ഞുടുപ്പും വാങ്ങിച്ചോണ്ട് വന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ലോക്കൽ നേതാവിന് ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. അനുയായി കയറി വന്നതിന് മുമ്പ് തന്നെ ലോക്കൽ നേതാവ് അവിടുന്ന് സ്ഥലം വിട്ട് അനുയായിയുമായിട്ട് സ്ഥലം വിട്ടു. ഏതായാലും ലോക്കൽ നേതാവിൻ്റെ വീട്ടുകാരും കുറച്ച് അനുയായികളും മാത്രമേ ഈ സംഭവം അറിഞ്ഞുള്ളൂ. അത് ഇപ്പോഴും രഹസ്യമായി പുള്ളി കൊണ്ട് നടക്കുന്നുണ്ട്. പുള്ളീനെ ഇടയ്ക്ക് വീട്ടുകാരൊക്കെ കളിയാക്കാറുണ്ട് ഇത് പറഞ്ഞ്. അങ്ങനെ അവരുടെ വായിൽ നിന്ന് കിട്ടിയ ഒരു ന്യൂസാണ് എനിക്കിത് കേട്ടോ. പിന്നെ ഇതുപോലെ കൊച്ചു കൊച്ചു രസകരമായ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും നമ്മളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. നമ്മളിതിൽ ഇതുപോലെ വീഡിയോസിലൊക്കെ അത് പറയാൻ ശ്രമിക്കാം. പിന്നെ ഇതൊരു 8 മിനിറ്റുള്ള വീഡിയോ ആണ്. അത്ര നേരം എനിക്ക് സംസാരിക്കാനായിട്ട് എനിക്ക് വിഷയമില്ല. സത്യം പറയാം, എനിക്ക് വിഷയമില്ല. ഞാൻ എന്താ സംസാരിക്കേണ്ടത്? ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുക. ഏതായാലും കുറച്ച് സമയമായെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 3-4 മിനിറ്റെങ്കിലും നിങ്ങളോട് ഇന്ന് സംസാരിച്ചെന്ന് തോന്നുന്നു. ഇനിയും അത് കൂടി ഒരു അരമണിക്കൂർ 1 മണിക്കൂറും 2 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് ഞാനൊരു സംസാരപ്രിയയായി മാറാനായിട്ട് ഞാൻ തന്നെ എന്നോട് ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ. ഒത്തിരി പേര് ഷോർട്സൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നില്ല. ഷോർട്സ് മോശമായിട്ടാണോ ആവോ? എന്തായാലും നമുക്കങ്ങ് മുന്നോട്ട് പോവാം. വരനെടുത്ത് കാണാം. ബൈ.